സർക്കാർ ജോലി കേരളത്തിലെ സാധാരണക്കാരുടെ വലിയ സ്വപ്നമാണ്. എന്നാൽ എന്താണ് ഇവിടെ കേരളത്തിൽ നടന്നത്? CPMന്റെ സന്തത സഹചാരികൾക്കും പാർട്ടിക്കാർക്കും ഒരു മാനദണ്ഡവുമില്ലാതെ സർക്കാർ ജോലി. അതുകൊണ്ട് എന്താ ഇന്ന് അങ്ങനെ പിൻവാതിൽ നിയമനങ്ങളിലൂടെ കയറിയവർ വിയർക്കുകയാണ്. ഭരണമാറ്റത്തോടെ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ അട്ടിമറികളെ കുറിച്ച് അന്വേഷിക്കാൻ അതിശക്തമായ പ്രത്യേക അന്വേഷണ സംഘത്തെ അഥവാ SIT നിയമിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടത്. യുവാക്കൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഈ അന്വേഷണ സംഘത്തിന്റെ തലപ്പത്ത് പെൺപുലിയായ IG അജിത ബീഗത്തെ നിയോഗിച്ചതോടെ അട്ടിമറിക്കാരുടെ ഉറക്കം കെട്ടിരിക്കുകയാണ്. യുവാക്കളുടെ നിരന്തരമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇത്തരമൊരു സുപ്രധാന നടപടിയെന്നതും ശ്രദ്ധേയമാണ്. IG അജിത ബീഗം അന്വേഷണത്തിന് ചുമതല ഏറ്റെടുത്തതോടുകൂടി കാര്യങ്ങൾ അതിവേഗത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ അവർ പട്ടത്തുള്ള PSC ആസ്ഥാനത്തെത്തി ചെയർമാൻ MR ബൈജുവുമായി 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. കമ്മീഷന്റെ പരീക്ഷ നടത്തിപ്പ്, ചോദ്യപേപ്പർ തയ്യാറാക്കൽ, മൂല്യനിർണ്ണയ രീതികൾ എന്നിവയെക്കുറിച്ചും അന്വേഷണത്തിന് ആവശ്യമായ നിർണായക രേഖകളെക്കുറിച്ചും IG അജിത ബീഗം കൂടിക്കാഴ്ചയിൽ വിശദമായി സംസാരിച്ചു. UDF സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തലയുടെയും കർശനമായ നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ സർക്കാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ തന്നെയാണ് PSCയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ കമ്മീഷൻ യോഗം ഔദ്യോഗികമായി തീരുമാനിക്കുകയുണ്ടായി. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമനങ്ങളും ചട്ടങ്ങളും അനുശാസിക്കുന്ന രേഖകൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് PSC വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുമുണ്ട്. എങ്കിലും ഭാവിയിൽ രേഖകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് കമ്മീഷനും അന്വേഷണ സംഘവും തമ്മിൽ ചില തർക്കങ്ങൾക്ക് വഴി തുറന്നേക്കാമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. PSCയുടെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട പല പ്രധാന വിവരങ്ങളും അതീവ രഹസ്യ സ്വഭാവമുള്ളതായതുകൊണ്ട് തന്നെ അവ സ്ഥാപനത്തിന്റെ സുരക്ഷാ പരിരക്ഷകൾ ചൂണ്ടിക്കാട്ടി പുറത്തുനിന്നുള്ള ഏജൻസികൾക്ക് നൽകാറില്ല എന്നതാണ് മുൻകാല ചരിത്രം. ഈ സാഹചര്യത്തിൽ നിലവിൽ വിവാദത്തിലായ പരീക്ഷയിലെ ചോദ്യപേപ്പർ തയ്യാറാക്കിയവരുടെയും മൂല്യനിർണ്ണയം നടത്തിയവരുടെയും മുഴുവൻ വിശദാംശങ്ങളും രേഖകളും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടാൽ കമ്മീഷൻ അത് നൽകുമോ അതോ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പരാതിക്കാരായ ആളുകളിൽ നിന്ന് അന്വേഷണ സംഘം ഇതിനകം തന്നെ മൊഴിയെടുത്തു കഴിഞ്ഞു. ഇനി കമ്മീഷനിലെയും ഉദ്യോഗസ്ഥ തലങ്ങളിലെയും ഉന്നതരിലേക്ക് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ PSC സ്വീകരിക്കുന്ന നിലപാട് ഈ കേസിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഏറെ പ്രധാനമാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളെ സംബന്ധിച്ച് ഈ അന്വേഷണം വെറും ഒരു കേസ് നടപടി മാത്രമല്ല, മറിച്ച് അവരുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒന്നാണ്. പുതിയ സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ശക്തമായ ഇടപെടലുകളും IG അജിത ബീഗത്തെ പോലെയുള്ള നിർഭയരായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വവും ജനങ്ങളിൽ, പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികളിൽ വലിയ പ്രതീക്ഷയാണ് വളർത്തുന്നത്. ചെന്നിത്തലയുടെ പോലീസ് പഴുതുകൾ അടച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതുവരെ നടന്ന മുഴുവൻ അട്ടിമറികളും പിൻവാതിൽ നിയമനങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാനും അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് അർഹമായ നീതി ഉറപ്പാക്കാനും കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.